ജമാൽ സാറെ ഇപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 ദിവസമായി. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഞങ്ങളൊരു സർവീസ് അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആദ്യമായിട്ട് നിങ്ങളെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടുന്നത് ഞാൻ എൻ്റെ ആർക്കിടെക്ട് മാലിക് അസോസിയേറ്റ് കാലിക്കറ്റുണ്ട്. മാലിക് അസോസിയേറ്റ് കുറച്ചും കൂടെ നല്ലൊരു അവരുടെ വർക്കുകളൊക്കെ കുറച്ചും കൂടെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഞാൻ എന്താ വെച്ചാൽ വീടൊക്കെ ഒരു പ്രീമിയം ലെവലിൽ ചെയ്യുന്ന ഇതാണ്. അപ്പോൾ എനിക്ക് എല്ലാ ഒരു പ്രൊഡക്ട്സും മിനിമം ഒരു പ്രീമിയം ലെവലിൽ ആവണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അന്ന് ജമാൽ സാർ പറഞ്ഞിരുന്നു മറ്റുള്ളവർക്ക് നിന്ന് 2-3 കൊട്ടേഷൻ വേറെ എടുത്തിരുന്നല്ലോ. അതെ അതെ, കുറച്ച് റേറ്റ് കൂടുതലാണ്. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ റേറ്റ് ഡിഫറെന്റ് ആയിരുന്നു, കുറച്ച് കൂടുതലാണ് റേറ്റ്. ആ റേറ്റിന് നിങ്ങൾക്ക് എന്താ പറയുക, ആ റേറ്റിനുള്ള പ്രൊഡക്റ്റ് 100% ഉണ്ട്. തീർച്ചയായും അതുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എപ്പോഴും റേറ്റ് കൂടുമ്പോൾ അതിനുള്ളൊരു ക്വാളിറ്റി, പ്രൊപ്പോർഷണൽ ക്വാളിറ്റി ഉണ്ടാവും. ഇപ്പോൾ അതിൽ മെറ്റീരിയൽ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ ഒരു 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 പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ. നമുക്ക് കുറഞ്ഞ റേറ്റിനും കൂടുതൽ റേറ്റിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു കൺസേൺ പറഞ്ഞാൽ ഒരു ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ഞാൻ ചെയ്യാറില്ല. പ്രീമിയത്തേക്ക് നമ്മൾ എപ്പോഴും പോകുമ്പോൾ ക്വാളിറ്റിക്ക് നമ്മൾ നല്ല മെറ്റീരിയൽസ് ചൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമാണ് പ്രൈസ് കൂടും. ആഫ്റ്റർ സർവീസ് തീർച്ചയായും. പ്രൊഡക്റ്റ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു നിങ്ങൾ സെലക്ട് ചെയ്ത മെറ്റീരിയലും ഇത് മെറ്റീരിയൽ സോഫന്റെ ആണെങ്കിലും മറ്റേ കോട്ടിന്റെ ഒക്കെ ആണെങ്കിലും മെറ്റീരിയലിന്റെ ക്വാളിറ്റിയും ഇതൊക്കെ നോക്കുമ്പോൾ ആ ഒരു പ്രൈസിന് എനിക്ക് വർത്താണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് സാധിച്ചത്. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളെല്ലാ പ്രൊഡക്ട്സും അതിന്റെ ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഇതും ഞാൻ ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഇപ്പോൾ ഈവൺ ഒരു ഫർണിച്ചറിൽ ഷോപ്പിൽ പോയാലും എവിടെ പോയാലും നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മളെ കളർ കോമ്പിനേഷൻ, നമ്മുടെ ഡിസൈന്, ഒരു യുണീക്ക് ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല നിങ്ങളെ സോഫമ്മ തന്നെ എന്തെങ്കിലും ഡ്രോയിങ്സോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എല്ലാ ഓപ്ഷനും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓരോ പ്രൊഡക്ട്സും കുറച്ച് യുണീക്ക് ആവണം എന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക്. കാരണം വ്യത്യസ്തമായിട്ട് ഡിഫറെൻ്റ് ആവണം. അപ്പോൾ നമ്മുടെ ആർക്കിടെക്ട് മാലിക്കിനും അത് തന്നെ ആയിരുന്നു, ഒരു ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു യുണീക്ക് അതിൽ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വളരെ അങ്ങനെ നമുക്ക് റയറാണ്. അങ്ങനെ ഒരു നമുക്ക് ഓരോ മെറ്റീരിയൽ മുതൽ കളർ മുതൽ ഓരോന്നും ഓപ്റ്റ് ചെയ്ത് ഡിസൈന് എല്ലാം നമ്മുടെ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് എടുത്തൊരു ഇതാണ് പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മൾ സാർ എനിക്ക് പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത്, പിന്നെ ഇപ്പോൾ നമ്മൾ റിവ്യൂ എടുക്കുമ്പോൾ ഒരു 10 വരെയാണ് നമ്മളെ റിവ്യൂ ഇത് വരുന്നത്, നമ്പർ വരുന്നത്. അതിൽ നിങ്ങളെ ഒരു അതായത് 9 to 10 കൊടുക്കുമോ അതോ 5, 6 ഇതിലാണ്? എത്രയാണ് നിങ്ങൾ റിവ്യൂ പോയിന്റ് കൊടുക്കണം? ഇല്ല, ഞാൻ എന്തായാലും 10 out of 9.5 തന്നെ കൊടുക്കാം. കാരണം വെച്ചാൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമ്മളെന്തിനിപ്പോൾ കുറക്കുന്നത്? കാരണം ഒരു വീട് ഉണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രൊഡക്റ്റും അവനൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്താൽ 100% ആണല്ലോ. നമ്മുടെ ഒരു എക്സ്പെക്ടേഷനും നമ്മുടെ ഒരു വീട്ടിന് അനുയോജ്യമായ ഒരു ഡിസൈനും അതിനൊരു ക്വാളിറ്റിയും ഒക്കെ കീപ്പ് ചെയ്താൽ ഞാൻ ഹാപ്പിയാണ്. അതുകൊണ്ട് എനിക്ക് അത്ര ഫുൾ മാർക്ക് തന്നെ എനിക്ക് കൊടുക്കാം. ഐ എം വെരി ഹാപ്പി വിത്ത് ദിസ് പ്രൊഡക്റ്റ്. താങ്ക് യു സോഫ ലാബ് ഫോർ യുവർ വണ്ടർഫുൾ വർക്ക്.